ഇന്നിപ്പോ അടുത്ത വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരത് ബെൻസ് 1617 2019 മോഡൽ വണ്ടിയാ. 2019 മോഡൽ ഭാരത് ബെൻസ് 1617 12 ടണ്ണ് പാസിംഗ് ഉള്ള വണ്ടിയാ. ഇതിപ്പോ അറൗണ്ട് 2 ലക്ഷത്തിന്റെ അടുത്തേക്കാണ് വണ്ടി ഓടി നിൽക്കണേ. പിന്നെ ഇൻഷുറൻസ് ഈ നവംബർ വരെ ഇൻഷുറൻസ് ഉണ്ട്. CF 2025 ലാസ്റ്റ് വരെ വണ്ടിക്ക് ടെസ്റ്റും ഉണ്ട്. സിംഗിൾ ഓണറിൽ നിൽക്കുന്ന വണ്ടി. പിന്നെ ബാക്ക് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഇരുമ്പ് ബോഡിയാ. ഇതിപ്പോ വണ്ടികള് ഇങ്ങനെ ഇടയ്ക്ക് സൈഡാക്കി നിർത്തിക്കണ കാരണം കൊണ്ട് വീഡിയോ എടുക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പറ്റാവുന്ന മാതിരിയൊക്കെ എടുക്കുന്നുണ്ട്. 3 സൈഡ് നമുക്ക് തുറക്കാൻ പറ്റുന്ന ബോഡിയാ. 3 സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബോഡി. ഫുള്ള് ചാനൽ ഇട്ട് പണിക്കണ ബോഡിയാ. പ്ലാറ്റ്ഫോം ഒക്കെ നല്ല പ്ലാറ്റ്ഫോം, അതായത് പുത്തൻ പ്ലാറ്റ്ഫോം ഷീറ്റ് അടിച്ചേക്കുക. ഈ വണ്ടിയുടെ ഉള്ളിൽ ലോഡ് ഓടിയിട്ട് പ്ലാറ്റ്ഫോമിന് പ്രശ്നം ഉണ്ടായിരുന്നു. പ്ലാറ്റ്ഫോം കുഴിയല്ല, പ്ലാറ്റ്ഫോമിന് ചെറിയ തുരുമ്പുണ്ടായി. അപ്പൊ നമ്മളത് കംപ്ലീറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് കളഞ്ഞ് പ്ലാറ്റ്ഫോമിൽ പുതിയ പുത്തൻ ഷീറ്റ് അടിക്കുക ചെയ്ത 4mm ഷീറ്റ് അടിക്കുക ചെയ്തേക്കണം. ഈ 2 ടയറും മാത്രമാണ് വണ്ടിയുടെ റിസോളിംഗ് ഉള്ളത്. 2 ടയർ പുതിയ റിസോളിംഗ്. ബാക്കി വണ്ടിയുടെ 4 ടയറും പുതിയ ടയറാ. ഏകദേശം ഒരു 80-85% ടയറുണ്ട്. സർവീസ് ഫുള്ള് കമ്പനി സർവീസ്, കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാ. ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18,25,000 രൂപയാണ് നമ്മൾ വണ്ടിക്ക് വില ചോദിക്കുന്നത്. വണ്ടി റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പാർട്ടി നേരിട്ട് വന്ന് നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മാക്സിമം ഈ വണ്ടിയുമ്പോൾ നമുക്കൊരു 16 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം, നല്ല പാർട്ടികൾ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഉള്ള വണ്ടി എന്ന് പറഞ്ഞാൽ 2019 മോഡല് ടാറ്റയുടെ 1109. ഇത് 8 ടണ്ണിന് താഴെ 7.3 ടണ്ണതിന് വണ്ടിക്ക് പാസിംഗ് ഉള്ളു. 19 അടി നീട്ടാണ് ഹൈടെക് ബോഡി. ഇത് 8.25 ടയർ സൈസ് വരുന്നത്. 8.25 ടയർ സൈസിൽ 4 സിലിണ്ടർ വണ്ടി. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാ. സെക്കൻഡ് ഓണറിലാണ് നിൽക്കണ വണ്ടി. നല്ല ക്വാളിറ്റി വണ്ടിയാ. വേറെ കാര്യങ്ങൾ ഇപ്പൊ വണ്ടി ഇത് മിഞ്ഞാന്ന് വന്നിട്ടുള്ളൂ. വണ്ടി നമ്മൾ ആദ്യം കൊടുത്ത വണ്ടിയാ. പിന്നെ പാർട്ടി ഒരു 3 മാസം ഉപയോഗിച്ചു. അത് കഴിഞ്ഞപ്പോ അവർക്ക് ലോണിന്റെ ഇഷ്യൂ ആയിട്ട് നമ്മൾ വണ്ടി വീണ്ടും തിരിച്ചെടുത്തതാ. വണ്ടി ഇപ്പൊ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവർ കൊണ്ടു നടന്ന് ക്രാഷ് കാർഡുകളൊക്കെ ഒന്ന് വണ്ടി സൈഡ് തട്ടി സ്ക്രാച്ച് ഒക്കെ ആയിട്ട് അതൊക്കെ ഒന്ന് നിവർത്തിയാ വണ്ടി ഒന്ന് പോളിഷ് ചെയ്ത് ക്യാബിനൊക്കെ പോളിഷ് ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അതിപ്പോ വണ്ടി മിഞ്ഞാന്ന് വന്നിട്ടുള്ളൂ. നല്ല വണ്ടിയാ. ഇതാകുമ്പോ നമുക്ക് എല്ലാം ചെയ്ത് ഫിനിഷ് ചെയ്ത് പുതിയ ഇൻഷുറൻസ് വണ്ടിക്ക് പുതിയതുണ്ട്. CF കഴിഞ്ഞെടുക്കുക. പുതിയ ടെസ്റ്റ് എടുത്തിട്ട് നമുക്ക് 12.5 ലക്ഷം രൂപ ചോദിക്കുന്ന റേറ്റ് നെഗോഷ്യബിൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം.